എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനു വേണ്ടി ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ട് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. 3 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 5 ടേബിൾ സ്പൂൺ തേങ്ങ ആണ് ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉടനെ തന്നെ ബീട്രൂട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബീട്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഈ തോരൻ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല. ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിച്ചത് ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി തുറന്ന് വെച്ച് 2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്താൽ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ